ഹായ് ഫ്രണ്ട്സ്, കശുവണ്ടിയുടെ അത്ഭുത ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കശുവണ്ടിയുടെ പോഷക സമ്പന്നത, പ്രധാന പോഷകങ്ങൾ, നമുക്ക് എന്തൊക്കെയാണ് ഈ കശുവണ്ടിയിൽ അടങ്ങിക്കിടക്കുന്ന പ്രധാനപ്പെട്ട പോഷക സമ്പന്നതകൾ എന്ന് നമുക്ക് നോക്കാം. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, അത് 31 ഗ്രാം വരെ ഇതിൽ അടങ്ങിക്കിടക്കുന്നുണ്ട്. ശരീരത്തിന് ദൈനംദിനം 48% വരെ ശരീരത്തിന് ആവശ്യമുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് 31 ഗ്രാം വരെ ഇതിൽ അടങ്ങിക്കിടക്കുന്നു. 2. പ്രോട്ടീൻ. ഒരു മനുഷ്യനിൽ 36% ദൈനംദിനം ആവശ്യമുള്ള പ്രോട്ടീൻ 16 ഗ്രാം വരെ പ്രോട്ടീൻ നമുക്ക് കശുവണ്ടിയിൽ നിന്ന് ലഭ്യമാകുന്നു. 3. ഫൈബർ. 13% വരെ ദൈനംദിനം ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള ഫൈബർ 3.3 ഗ്രാം വരെ നമുക്ക് കശുവണ്ടിയിൽ നിന്നും ലഭ്യമാകുന്നു. 4. കോപ്പർ. 110% വരെ ദൈനംദിനം ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള കോപ്പർ 2.2 മില്ലിഗ്രാം നമുക്ക് കശുവണ്ടിയിൽ നിന്നും ലഭ്യമാകുന്നു. കൂടാതെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ നമുക്ക് കശുവണ്ടിയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. ഒലിക് ആസിഡ് അഥവാ ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്ന ഒലിക് ആസിഡ് നമുക്കിതിൽ നിന്നും ലഭ്യമാകുന്നു. അതുപോലെ ഒമേഗ 6, ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കുന്ന ഒമേഗ 6ഉം നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. കൊളസ്ട്രോൾ നിയന്ത്രണത്തിൽ വലിയൊരു പങ്ക് തന്നെ കശുവണ്ടി വഹിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് നോക്കാം. അഥവാ LDL, ചീത്ത കൊളസ്ട്രോൾ വേഴ്സസ് HDL ബാലൻസ്, ഇത് തമ്മിൽ ഒരു വലിയൊരു ഫൈറ്റ് തന്നെ നമുക്കിവിടെ സാധ്യമാകുന്നുണ്ട്. അഥവാ LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ 10 മുതൽ 12% വരെ ഇത് കുറയ്ക്കുന്നു എന്നാണ് അമേരിക്കൻ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ നടത്തിയ പഠനത്തിൽ നമ്മോട് പറയുന്നത്. HDL കൊളസ്ട്രോൾ അഥവാ നല്ല കൊളസ്ട്രോൾ 8 മുതൽ 10% വരെ ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നോക്കാം. കരളിൽ LDL ഉൽപ്പാദനം ഇത് കുറയ്ക്കുന്നുണ്ട്. പിത്താമ്ലത്തിലൂടെ കൊളസ്ട്രോൾ വിസർജനം ഇതുമൂലം ലഭ്യമാകുന്നുണ്ട്. ഇനി കശുവണ്ടി മസ്തിഷ്ക ആരോഗ്യത്തിനുള്ള പ്രയോജനങ്ങൾ കൂടി നൽകുന്നു. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു. ഇതിലെ സിങ്ക്, കോപ്പർ എന്നിവ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു. അതേപോലെ ആൽസിമേഴ്സ് രോഗസാധ്യത 40% ഇത് കുറയ്ക്കുന്നു എന്നാണ് ജേർണൽ ഓഫ് ആൽസൈമേഴ്സ് ഡിസീസ് ഈ അടുത്ത് നടത്തിയ പഠനത്തിലൂടെ നമ്മോട് അറിയിക്കുന്നത്. അതുപോലെ ഓർമ്മശക്തി, പോളിഫൈനോളുകൾ. മസ്തിഷ്ക ആരോഗ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രയോജനമാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. കശുവണ്ടിയിലെ പോളിഫൈനോളുകൾ ന്യൂറോൺ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് തന്നെ കശുവണ്ടി വഹിക്കുന്നുണ്ട്. ഫൈബറിൻ്റെ പങ്ക് 3.3 ഗ്രാമുള്ള അഥവാ കശുവണ്ടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന 3.3 ഗ്രാമോളം വരുന്ന ഫൈബർ അത് വിശപ്പിനെ തടയുന്നു. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു. അതിലുള്ള കലോറി സാന്ദ്രത 160 kcal വരെയുള്ള കലോറി ഊർജ്ജസ്വലമായ സ്നാക്സ് ഓപ്ഷനാണ്. എല്ലുകളുടെ ആരോഗ്യത്തെ കശുവണ്ടി വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ പ്രാധാന്യം 292 മില്ലിഗ്രാം വരെ കശുവണ്ടിയിൽ മഗ്നീഷ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലുകളുടെ സാന്ദ്രത അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓസ്റ്റിയോപൊറോസിസ് സാധ്യത 30% വരെ അത് കുറയ്ക്കുന്നു. ഇനി കശുവണ്ടിയിൽ കിടക്കുന്ന രോഗപ്രതിരോധ ശേഷി എന്താണ് എന്ന് നോക്കാം. അതിലെ സിങ്ക്, വിറ്റാമിൻ ഇ അണുബാധകൾക്കെതിരെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നുണ്ട്. ശ്വാസകോശ ആരോഗ്യം ഇത് നൽകുന്നു. മഗ്നീഷ്യം ശ്വാസനാളങ്ങളുടെ സ്പാസം കുറയ്ക്കുന്നു. അതുമൂലം നല്ല ശ്വാസകോശ ആരോഗ്യം നമുക്ക് ലഭ്യമാകുന്നു. ഇനി എങ്ങനെയാണ് കശുവണ്ടി ഉപയോഗിക്കേണ്ട രീതികൾ എന്ന് നമുക്ക് നോക്കാം. ദിവസത്തേക്കുള്ള ഒരു ഭക്ഷണ പദ്ധതി എങ്ങനെ? രാവിലെ 10 കശുവണ്ടി പ്ലസ് ഓട്സ് കഴിക്കുക. ഉച്ചയ്ക്ക് മുമ്പ് കശുവണ്ടി സ്മൂത്തി കഴിക്കുക. ശുദ്ധമായ കശുവണ്ടി തെളിയിക്കുന്നതിനുള്ള രീതി: 12 മണിക്കൂർ വരെ വെള്ളത്തിൽ മുക്കുക, ഉപ്പുവെള്ളത്തിൽ കഴുകുക. ഇതുമൂലം ശുദ്ധമായ കശുവണ്ടി നമുക്ക് തെളിയിച്ചെടുക്കാൻ സാധ്യമാകും. ഇനി കശുവണ്ടി കഴിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മുന്നറിയിപ്പുകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1. അമിതമായി നമ്മൾ കഴിക്കാൻ പാടില്ല. അതിലെ സെലനിയം വിഷം
ദിവസം 10, 12 കൂടാൻ പാടില്ല എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ സെലേനിയം വിഷം അടങ്ങിക്കിടക്കുന്നു. മറ്റൊന്ന്, ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകാം. നെറ്റ് അലർജി ഉള്ളവർ ഇത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ദിവസം 10, 12 കശുവണ്ടി കഴിച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഹൃദയാരോഗ്യം മെച്ചപ്പെട്ട് കിട്ടും. 2, മസ്തിഷ്ക ശക്തി വർദ്ധിപ്പിച്ചു കിട്ടും. ശരീരഭാരം നിയന്ത്രിക്കാൻ സാധ്യമാകും.